ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ കോമിക് റീസെന്റ് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത് സോണി മാർവൽ സ്റ്റുഡിയോസും ഇപ്പോൾ സ്പൈഡർമാൻ മുതലേ ക്യാരക്ടേഴ്സിന്റെ കൊളാബറേഷന്റെ കാര്യം റിലേറ്റ് ചെയ്ത് ഒരു ന്യൂ ഡീൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. സാധാരണ മാർവൽ സ്റ്റുഡിയോസിന് സ്പൈഡർമാൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ആ ക്യാരക്ടേഴ്സ് സോണി അവരുടെ സ്റ്റാൻഡ് ലോൺ മൂവീസിൽ സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ റൂമർ സജസ്റ്റ് ചെയ്യുന്നത് മാർവലിന് ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ അവരുടെ മൂവി പ്ലാറ്റ്ഫോംസ് റിലീസ് ആയതിന് 30 ഡേയ്സ് കഴിഞ്ഞ് തന്നെ ആക്സസ് ചെയ്യുമെന്നാണ്. എന്ന് വെച്ചാൽ സോണി അവരുടെ ഒരു ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു മൂവി ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവി റിലീസ് ആയി 30 ഡേയ്സ് കഴിഞ്ഞാൽ മാർവലിനെ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാം. ഇത് നേരത്തുള്ള അഗ്രിമെന്റ്സിനെക്കാളും കൂടുതൽ ക്രിയേറ്റീവ് ഫ്രീഡം മാർവലിന് നൽകുന്നു. അതേസമയം സോണിക്ക് അവരുടെ ഫിലിംസിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഈ ഒരു ഡെവലപ്മെന്റ് രണ്ട് സ്റ്റുഡിയോസിനും ഫാൻസിനും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. സോണിക്ക് അവിടെ സ്പൈഡർമാൻ സ്പിന്നേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം. അതോടൊപ്പം മാർവൽ ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന മൂവീസിൽ നിന്ന് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അതേ ടൈമിൽ മാർവലിന് സ്പൈഡർമാൻ യൂണിവേഴ്സിലെ കുറെ ഐക്കോണിക് വില്ലൻസിന്റെയും ഏലിയൻസിന്റെയും ആക്സസ് ലഭിക്കും. അത് അവരുടെ സ്റ്റോറി ടെല്ലിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഫാൻസിന് ഇതൊരു എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവർക്ക് അവരുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ മാർവലിന്റെ ഡൈനാമിക് നാരേറ്റീവ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ അറേഞ്ച്മെന്റിന്റെ ഒരു കീ എക്സാമ്പിൾ ആണ് ജൂലൈ 2026 റിലീസ് ആകാനിരിക്കുന്ന സ്പൈഡർമാൻ 4. റിപ്പോർട്ട്സ് പ്രകാരം ഈ ഫിലിമിൽ വെനം, നൾ പോലുള്ള സിഗ്നിഫിക്കന്റ് ക്യാരക്ടേഴ്സിനെ എക്സ്പെക്ട് ചെയ്യാം. ഇത് സോണിയുടെയും എംസിയുടെയും ക്യാരക്ടേഴ്സ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഈ പുതിയ ടൈമിൽ മാർവൽ സ്റ്റുഡിയോസിന് സോണിയുടെ റിലീസിനനുസരിച്ച് അവരുടെ ഫിലിംസ് ഷെഡ്യൂൾ ചെയ്യാൻ കുറെ ടൈം ലഭിക്കും. അത് ഈ ഷെയ്ഡ് ക്യാരക്ടേഴ്സിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷനും ഒരു ബെറ്റർ കോർഡിനേഷനും കൊടുക്കും. ഈ ഷിഫ്റ്റ് വേറൊരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്തേക്കാം. അതായത് സോണി അവരുടെ സ്റ്റാൻഡ് സ്പൈഡർമാൻ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും ചിലപ്പോൾ ഈ ഒരു എഗ്രിമെന്റ്. നേരത്തെ ഇതിന്റെ ഭാഗമായി ഇറക്കിയ മൂവീസ് ആയിട്ടുള്ള മോർബീസും മഡാമെ വെബും ഓഡിയൻസിന് ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റാൻ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. മാർവൽ സ്റ്റുഡിയോസിന് ക്യാരക്ടേഴ്സിന് ലൈസൻസ് നൽകുന്നതിലൂടെ സോണിക്ക് ക്രിയേറ്റീവ് ആയിട്ടും ഫൈനാൻഷ്യൽ ആയിട്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. കാരണം കൊളാബറേറ്റീവ് ഫിലിംസ് സാധാരണ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരിക്കും. ഫാൻസ് എല്ലാവരും അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു പാർട്ണർഷിപ്പ് സോണിയുടെ സ്പൈഡർമാൻ പ്രോപ്പർട്ടീസ് റിവൈവ് ചെയ്യുക മാത്രമല്ല എംസിയുവിന് കുറെ ത്രില്ലിംഗ് നറേറ്റീവ്സിനുള്ള പൊട്ടൻഷ്യലും നൽകും. ക്രേവൻ, വെനം, നൾ പോലുള്ള ക്യാരക്ടേഴ്സിനെ രണ്ട് യൂണിവേഴ്സിലും കാണാനുള്ള ചാൻസ് ഒക്കെ കൊമിക് ബുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു എക്സൈറ്റിംഗ് കാര്യമായിരിക്കും. സോ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.